തന്റെ കാഴ്ച വൈകല്യം ഒരു കുറവല്ല ഈ മനുഷ്യന്. കണ്ണുള്ളവരെക്കാൾ കൃത്യമായി ചില കാര്യങ്ങൾ കൃത്യതയോടെ പറയുന്നതും ചെയ്യുന്നതും കണ്ടാൽ നാം അതിശയിച്ചു പോകും. കേളകം ടൗണിൽ എത്തുന്നവരാരും മറക്കാറില്ല ജോസഫ് എന്ന ഈ മധ്യവയസ്കനെ. ഓരോ ഗ്രാമത്തിലും കാണും വ്യത്യസ്തമായ കുറെ മുഖങ്ങൾ. ഒരിക്കൽ കണ്ടാൽ മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്തവർ, സംസാരത്തിലും പ്രവൃത്തിയിലും വ്യത്യസ്തരായവർ. അങ്ങനെ ഒരു മുഖമുണ്ട് കേളകം ഗ്രാമത്തിൽ. ഒരിക്കലെങ്കിലും കേളകത്ത് വന്നിട്ടുള്ളവർ ഓർത്തിരിക്കാൻ സാധ്യതയുള്ള ഒരു മുഖം. വേഷത്തിലും പ്രായത്തിലും സംസാരത്തിലുമെല്ലാം വ്യത്യസ്തനായ ഒരു മനുഷ്യൻ, കേളകംകാരുടെ ജോസഫ്. ഇനി ജോസഫിനെ കുറിച്ച് പറയാം. ജന്മന അന്ധനാണ് ജോസഫ് എന്ന ഈ മധ്യവയസ്കൻ. പക്ഷേ അന്ധതയുടെ ഒരു കുറവും ഇയാളെ തെല്ലും ബാധിക്കുന്നില്ല. ഒരു ശബ്ദം ഒരിക്കൽ കേട്ടാൽ പിന്നീട് അത് മനസ്സിൽ നിന്നും മാഞ്ഞു പോവുകയേയില്ല. കേളകം പേരാവൂർ പരിസരത്തുകൂടി പോകുന്ന ബസ്സുകളുടെ പേരും സമയവുമെല്ലാം ജോസഫിന് മനഃപ്പാടമാണ്. വാച്ച് നോക്കി സമയം പറയാൻ സാധിക്കില്ലെങ്കിലും ജോസഫിന്റെ മനസ്സ് കൃത്യമായ ഒരു സമയ സൂചികയാണ്. ഒരു ബസിന്റെ സമയം അല്പം താമസിച്ചാൽ പോലും ചോദ്യം ചെയ്യുന്ന ജോസഫ് പലരിലും ആശ്ചര്യമുണർത്താറുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ പരിചയപ്പെട്ടവരുടെ പേരെടുത്ത് സംസാരിക്കുന്ന ജോസഫ് എല്ലാവർക്കും പ്രിയങ്കരനുമാണ്. കൂടാതെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ജോസഫ് ഉപയോഗിക്കുന്ന രീതികളും വ്യത്യസ്തമാണ്. താളത്തിൽ കൊട്ടുന്ന കൈമണിയും വിസിലുമാണ് ഇയാൾ പരിസരത്തെവിടെയോ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ. പേരാവൂർ തൊണ്ടി സ്വദേശിയായ ജോസഫിന് യാത്രകൾക്കും സ്വന്തം കാര്യങ്ങൾക്കും ആരുടെയും സഹായം ആവശ്യമില്ല. ഇപ്പോഴും ജോസഫ് കേളകം ടൗണിൽ എവിടെയോ ഉണ്ട്. എല്ലാവരുടെയും ചങ്ങാതിയായി, സഞ്ചരിക്കുന്ന സമയവിവരമായി, വൈകല്യം തളർത്തുന്ന മനസ്സുകൾക്ക് മുന്നിൽ മാതൃകയായി. മലയോര ശബ്ദം ന്യൂസ്, കേളകം.